ഇന്ദ്രൻ തന്റെ കണ്ണ് തുറക്കുമ്പോൾ അവന്റെ കണ്ണുകൾ പരതിയത് മിത്രയായിരുന്നു. അവളെ ആ റൂമിൽ എവിടെയും കാണുന്നില്ലെന്ന് മനസ്സിലായ നിമിഷം തന്നെ അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. പിന്നെ ഒരു അലർച്ചയായിരുന്നു. മിത്ര! അവന്റെ ആ ഒറ്റ വിളി മതിയായിരുന്നു അവൾ റൂമിലെത്താൻ. അവൾ ആദ്യയോടെ അവന്റെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി ഇന്ദ്ര? തലവേദനിക്കുന്നുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് നിന്ന് പോകരുതെന്ന്? ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ എങ്ങോട്ടേക്കാ പോയത്? അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഞാൻ നിന്നോടാ മിത്ര ചോദിക്കുന്നത്, നീ എവിടെ പോയതാണെന്ന്. അവന്റെ ആ ഗാംഭീര്യ ശബ്ദം ആ ബംഗ്ലാവിൽ എങ്ങും മുഴുകി കേട്ടു. എന്നാൽ അവന്റെ ഉച്ചത്തിലുള്ള സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ പൂജയും അച്ഛനും അങ്ങോട്ടേക്ക് ചെന്നു. എന്തിനാ മോനെ നീ ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നത്? എന്നാൽ അയാൾ ചോദിച്ചതിനൊന്നും തന്നെ അവൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഇന്ദ്രന്റെ സ്വഭാവത്തിൽ വരുന്ന വേരിയേഷൻ നോക്കി കാണുകയായിരുന്നു മിത്ര. ഇന്ദ്ര, താൻ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യാതെ, എനിക്ക് പറയാനുള്ളത് താൻ ഒന്ന് കേൾക്കണം. അത് കഴിഞ്ഞ് തനിക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു. താൻ കരുതുന്ന പോലെ മിത്രയുടെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ സ്തംഭിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ഇന്ദ്ര, എന്തെങ്കിലും ഒന്ന് പറ, മിത്ര ദയനീയമായി അവനോട് പറഞ്ഞു. അപ്പോഴും മിത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ. ഡോക്ടർ എങ്ങനെയാണ് വന്നത്? ഞാൻ എൻ്റെ കാറിലാണ്. സമയം ഇത്രയായില്ലേ, ഞാൻ കൊണ്ടാക്കണോ? നോ താങ്ക്സ്, ഞാൻ പൊയ്ക്കോളാം. അല്ല, ഞങ്ങൾ പറഞ്ഞതിനൊന്നും ഒരക്ഷരം പോലും ഇന്ദ്രൻ പറഞ്ഞില്ല. ഞാനെന്തു പറയാനാണ്? നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാനത് കേൾക്കുകയും ചെയ്തു. ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനുമില്ലല്ലോ. ഇന്ദ്ര, വേണ്ട ഡോക്ടർ, ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പൂജ പിന്നൊന്നും പറയാൻ നിൽക്കാതെ അവരോട് യാത്ര പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ പൂജ പോയതിന്റെ പുറകെ റൂമിൽ കയറിയതാണ് ഇന്ദ്രൻ. അവന്റെ മുഖത്തെ മാറ്റം അവളിൽ വല്ലാത്ത ടെൻഷൻ ആക്കുകയായിരുന്നു. നീ എന്തിനാ കുഞ്ഞെ ഇങ്ങനെ ആദിയിരിക്കുന്നത്? നീ ഇവിടെ നിൽക്കാതെ അവനോട് പോയി സംസാരിക്കേ. അവന്റെ ഈ മൗനം എന്നെ വല്ലാതെ തളർത്തുന്നു അച്ചച്ച. ഒരുപക്ഷെ ഞങ്ങളെല്ലാം കൂടി കണ്ടതുകൊണ്ടാകാം അവൻ ഒന്നും മിണ്ടാഞ്ഞത്. മോൾ ഒറ്റയ്ക്കാവുമ്പോൾ സംസാരിക്കാതിരിക്കില്ല അവൻ. എന്തായാലും മോൾ പോയി എന്താണെന്ന് ചോദിക്കുക അവനോട്. എനിക്കെന്തോ വല്ലാത്ത ടെൻഷനാകുന്നു. ഒരു ടെൻഷനും വേണ്ട, അവനോട് പോയി സംസാരിക്കേ. മിത്ര മടിച്ചാണെങ്കിലും അവന്റെ റൂമിലേക്ക് പോയി. ഇന്ദ്ര, മിത്ര വിളിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ജനൽ കമ്പിയിൽ തന്റെ കൈവിരലുകൾ മുറുക്കി. താൻ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ നിന്നോട് എന്തും മിണ്ടാനാണ്? നിനക്കെന്നോട് ഒന്നും പറയാനില്ലേ? നിന്റെ അഭിനയം കലക്കി, എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട്. പക്ഷേ നിന്നേക്കാളും 10 മടങ്ങ് ഞാനും അഭിനയിച്ചു. അപ്പോ നീ എന്നോട് കാണിച്ച സ്നേഹമെല്ലാം കള്ളമായിരുന്നു. ആടി, കള്ളമായിരുന്നു. ആരേക്കാളും നിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം നീ നടത്തിയ നാടകം അതെന്നെ വല്ലാതെ തളർത്തിയിരുന്നു. നീ ആ സമയങ്ങളിൽ എനിക്ക് ഒരുപാട് പണി തന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരെ ഹോസ്പിറ്റലിലാക്കി. നീ എന്നെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാമോ അത്രയും ചെയ്തു. പക്ഷെ നിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നീ എനിക്ക് ചെയ്തതിനെല്ലാം കൂടി തിരിച്ചു തരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നിന്റെ ഓർമ്മകൾ കൂടി അതിന് വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഓർമ്മ വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നത്. പക്ഷേ ആ മറവി നിന്റെ നാടകമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പ്രതികാരത്തിന് ഇരട്ടി ശക്തിയായി. കേട്ടതൊന്നും തന്നെ വിശ്വസിക്കാനാകാതെ മിത്ര സ്തംഭിച്ചു നിന്നു. അപ്പോൾ നിന്റെ സ്നേഹം അത് നാടകമായിരുന്നു? അതേടി കോപ്പെ, എൻ്റെ നാടകമായിരുന്നു. എനിക്ക് നിന്റെ ശരീരം മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ ഈ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല, ഈ ജീവിതകാലം മുഴുവനും എനിക്ക് നിന്റെ സ്നേഹം വേണ്ട. പക്ഷേ നിന്റെ ശരീരം വേണം. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. നിന്നെപ്പോലെ ഒരു കാമഭ്രാന്തനെയാണല്ലോ ഞാൻ സ്നേഹിച്ചതെന്ന് ഓർത്ത്. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ ബലിയാടാക്കുകയായിരുന്നു അല്ലേ? എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്നെ ഏതു രീതിയിൽ ഞാൻ യൂസ് ചെയ്തു? കേവലം ഒരു 5 മിനിറ്റ് സുഖത്തിന് വേണ്ടിയിട്ടാണ് നീ ഇത്രയും താഴ്ന്നത്. ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. നീ ഇനി എന്ത് കരുതിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് നിന്റെ സ്നേഹം വേണ്ട. പിന്നെ നിനക്ക് എന്നെ എതിർക്കാനുള്ള ഒരു വോയിസുമില്ല. നിന്റെ വീട്ടുകാർ എനിക്ക് നിന്നെ വിറ്റത് അത് ഓർമ്മയുണ്ടല്ലോ. അറിയാതെയാണെങ്കിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ നിന്നോട് അവകാശപ്പെട്ടോ എന്നെ സ്നേഹിക്കാൻ? അപ്പോൾ നിന്റെ ഉദ്ദേശം എല്ലാം അതിനുവേണ്ടി മാത്രമായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് മാത്രം മതി. അവൻ അത്രയും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. എന്നാൽ അവൻ തൻ്റെ അടുത്തേക്ക് വരും തോറും അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിൽ കൂടി.
അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. കലങ്ങി മറിഞ്ഞ കണ്ണുകൾ. ആ കണ്ണുകളിലേക്ക് അവൻ നോക്കി നിന്നു. മിത്രയുടെ ഇരു തോളിലും പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. ദയനീയമായി അവളുടെ കണ്ണിലേക്ക് അവൻ നോക്കുമ്പോൾ ആ കണ്ണുകൾ തന്നോട് എന്തൊക്കെയോ പരിഭവം പറയുന്നത് പോലെ അവനും അറിഞ്ഞു. എന്നെ ഒന്നും ചെയ്യരുത്. ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. എന്റെ സ്നേഹം സത്യമായതുകൊണ്ടാണ് ഞാൻ നിന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ നീ മതി നിർത്തും. അവൻ നിമിഷ നേരം കൊണ്ട് തന്നെ അവളെ എടുത്ത് ബെഡിലേക്കിട്ടു. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ഷർട്ട് ഊരി നിലത്തേക്ക് എറിഞ്ഞു. അവളുടെ മനസ്സ് മന്ത്രിച്ചു. നടക്കാൻ പാടില്ലാത്തതെന്തോ നടക്കാൻ പോവുകയാണെന്ന്, എല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണെന്ന്. അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു ബെഡിലേക്ക് കിടത്തി. എന്നിൽ നിന്നൊരു മോചനം ഇല്ല നിനക്കിനി. അവൻ അത്രയും പറഞ്ഞ് അവളുടെ ഷോൾ അവന്റെ കയ്യിലാക്കി. ഇന്ദ്ര, നീ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെല്ലാം എനിക്കറിയാം. നീ മാന്യമായി സഹകരിച്ച നിനക്ക് കൊള്ളാം. അവൻ അത്രയും പറഞ്ഞ് അവളുടെ മേലെ കിടക്കാനായി തുടങ്ങിയതും മിത്ര പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ ചെയ്തത് തെറ്റാണെന്നാണോ നീ പറയുന്നത്? അപ്പോൾ നീ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? തുടക്കം മുതൽ ദാ ഈ നിമിഷം വരെ എന്റെ പോലും സമ്മതമില്ലാതെ നീ എന്നെ കല്യാണം കഴിച്ചു. എന്നിട്ട് എന്തുമാത്രം ടോർച്ചർ ചെയ്യാമോ അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ചെയ്തു. ഇപ്പോതാ നിനക്കെന്റെ ശരീരം വേണമെന്ന്. നിനക്കെന്നെ എന്തും ചെയ്യാം. അതിനുള്ള അവകാശവും അധികാരവും നിനക്കുണ്ട്. ഇങ്ങനെ ബലമായി സ്വന്തമാക്കേണ്ടതാണോ പെണ്ണിന്റെ ശരീരം? നീ ഈ കാര്യത്തിലെങ്കിലും കുറച്ച് മാന്യത കാണിക്കുമെന്നായിരുന്നു എന്റെ ധാരണ. എന്നാൽ അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്ന് നീ മനസ്സിലാക്കി തന്നു. മിത്ര അവനോടെല്ലാം പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴും അവന്റെ മുഖത്തെ ദേഷ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. അവൻ ബലമായി തന്നെ അവളുടെ കഴുത്തിൽ മുത്തമിട്ടു. എന്തോ ഒന്ന് ഓർത്ത പോലെ അവൻ മിത്രയിൽ നിന്നും അകന്നു മാറി ജനാലയുടെ അരികിലേക്ക് എഴുന്നേറ്റ് പോയി. അവൻ തന്നിൽ നിന്നും വിട്ടുമാറിയതും അവൾ അറിഞ്ഞു. മെല്ലെ മിത്ര കണ്ണു തുറന്നു. ബെഡിലേക്ക് അവനെ നോക്കിയതും അവനെ അവിടെ കണ്ടില്ല. ജനാലയുടെ സൈഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഇന്ദ്രനെയാണ് അവൾ പിന്നെ കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ തന്റെ ഷോൾ എടുത്തിട്ട് അവന്റെ അരികിലേക്ക് ചെന്നു. അവന്റെ തോളിൽ പിടിച്ചു. അവളുടെ സാന്നിധ്യം മനസ്സിലായ നിമിഷം തന്നെ അവളുടെ കൈ അവൻ തട്ടിക്കളഞ്ഞു. നിനക്കെന്റെ ശരീരം നേടിയിട്ടാണ് സമാധാനം കിട്ടുന്നെങ്കിൽ നീ അത് ചെയ്തോ. നീ എന്തു വേണമെങ്കിലും ചെയ്തോ. ഞാൻ ഒരക്ഷരം പോലും മിണ്ടാതെ കിടന്നു തരാം. എത്ര വേദനയാണെങ്കിലും അത് ഞാൻ പുറത്ത് കാണിക്കില്ല. പെട്ടെന്ന് അവൻ സിഗരറ്റ് നിലത്തിട്ടു അവളെ പൂർണ്ണമായി കെട്ടിപ്പിടിച്ചു. അവന്റെ ചൂട് കണ്ണുനീർ അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവൾ, നീ എന്തിനാ മിത്ര എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ പറയേണ്ടി വന്നത്. എനിക്ക് നിന്റെ ശരീരമായിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ അത് അന്ന് തന്നെ ആകാമായിരുന്നു. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് ഞാൻ അങ്ങനെ ചെയ്തോ? നീ ഒരു നിമിഷം എന്നിൽ നിന്നും മാറി നിന്നാൽ ആ വേദന എനിക്ക് മരണതുല്യമാണ്. കുറച്ചു മുന്നത്തെ അവന്റെ പെരുമാറ്റ രീതികളും ഇപ്പോൾ അവന്റെ സംസാര രീതിയും ഒന്നും തന്നെ മിത്രയ്ക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി നീ. അവൻ മിത്രയെ ബലമായി തന്നെയാണ് ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അവൾക്ക് ശ്വാസം മുട്ടിയെങ്കിൽ പോലും അവനോട് അത് പറഞ്ഞില്ല. കാരണം അവന്റെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവളും. ഇന്ന് ഏതോ ഒരുത്തൻ വന്ന് നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത ദേഷ്യമാണ് വന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ ഓർമ്മ എത്രയും പെട്ടെന്ന് കിട്ടണം. ഓർമ്മ വന്നു കഴിഞ്ഞാൽ നീ പറയില്ലേ അയാളെ നിനക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്ന്. ആ നിമിഷമാണ് എനിക്ക് മനസ്സിലായത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന്. എനിക്കവനെ അറിയില്ല. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുള്ളൂ. അവൻ പെട്ടെന്ന് ബോധം വന്നതുപോലെ മിത്രയിൽ നിന്നും വിട്ടുമാറി. നീ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റേത് മാത്രമാ. മറ്റാരുടെ ആകാൻ ഞാൻ സമ്മതിക്കില്ല. ജീവനോട് ഇരിക്കുന്നിടത്തോളം അത്രയും കാലം. ഇന്ദ്രൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പറഞ്ഞാൽ എന്താ നിനക്ക് മനസ്സിലാവാത്തെ? അയാളെ എനിക്ക് അറിയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതേടി, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകില്ല. കാരണം എനിക്ക് മെന്റൽ ആണല്ലോ, ഞാനൊരു ഭ്രാന്തനാണല്ലോ. അവനോട് പിന്നെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രൻ തന്റെ ഷർട്ടും എടുത്തിട്ട് അവിടെ നിന്നും പോയിരുന്നു. ഇവൻ ശരിക്കും മെന്റലാണോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവന്റെ സ്വഭാവം. അവൻ പോയ വഴിയെ നോക്കി അവൾ പറഞ്ഞു. തുടരും. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.